Hello, welcome to market discussion of the day. Today, July 14, 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഇന്നത്തെ ഫണ്ടമെൻ്റൽസിലോട്ട് നോക്കുമ്പോൾ ഇന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു ദിവസമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ഫോറക്സ് ഫാക്ടറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ ന്യൂസ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് എവിടെയോ ഉണ്ടായിരുന്നു, പക്ഷേ അത് കാണുന്ന അബിയസ് 2:15 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചുണ്ട്, ബെയ്ലിയുടെ സ്പീച്ചുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ GBPയെ സംബന്ധിച്ചിടത്തോളം GBPയിൽ ഒരു പൊസിഷൻ ഈ പുള്ളിക്കാരൻ്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതായിരിക്കും ബെറ്റർ. മിക്കവാറും എന്താണ് UK ഇപ്പോൾ ഈ പ്രൈം മിനിസ്റ്ററൊക്കെ മാറിയ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ പ്രത്യേകിച്ച് UK എക്കണോമിയിൽ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള സംസാരമായിരിക്കാം ഇന്നത്തെ ദിവസം പറയുന്നത്. ഓക്കെ, സോ എന്താണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും GBPയിൽ നല്ലത്. അതിനുശേഷം നമുക്ക് എന്താണ് നമ്മളുടെ CPIയുടെ ന്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു കാരണവശാലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. CPIയുടെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ദിവസം. ഈ CPIയുടെ ന്യൂസ് വരെ നമുക്കൊരു ചെറിയ റേഞ്ചിനകത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ 3980 ടു 4030 റേഞ്ചിനകത്ത് കിടന്ന് കറങ്ങാനേ കൂടുതൽ പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ECB പ്രസിഡൻറ്റ് നമ്മുടെ ഈ പറയുന്ന CPIയുടെ ന്യൂസ് വൈകുന്നേരം 6 മണിക്ക് വരുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അതേപോലെ 7:30 ഫെഡ് ചെയർമാൻ വാഷിൻ്റെ സ്പീച്ചും വരുന്നുണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റിനെ എടുത്തടിക്കും. ആ ഒരു സമയത്തൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ പിന്നീടുള്ള ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ ഇറാനും US തമ്മിലുള്ള വോർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക സമാധാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി US ഫോഴ്സ് ട്രക്ക് എന്താ പറയുക മിലിറ്ററി ഒരുപാട് ഡ്രോൺസും മിസൈൽസും ഒക്കെ മെയിൻ സദേൺ പോർട്ട് സിറ്റീസിൽ, ഇറാൻ്റെ സദേൺ പോർട്ട് സിറ്റീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇറാൻ ടു സ്റ്റോപ്പ് ഇറാൻ ഫ്രം അറ്റാക്കിംഗ് കൊമേഴ്ഷ്യൽ ഷിപ്സ് ഇൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്നുള്ളതാണ് US പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ട്രംപിൻ്റെ വാർണിംഗും ഉണ്ട്, ഇറാനെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല രീതിയിലുള്ള ത്രെട്ടണും എന്താ പറയുക നമ്മുടെ US പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിന് എഗെയിൻസ്റ്റായിട്ട് ഇറാൻ ഒരു എന്താ പറയുക ഒരു ക്രൂയിസ് മിസൈല് 2 എമറാത്തി ഓയിൽ ടാങ്കേഴ്സിന് നേരെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരിക്കുകയുണ്ടായി. അത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇന്ത്യൻ മെമ്പറാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ 8 പേർക്ക് അവർ ഇഞ്ചേർഡുമാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് US മിലിറ്ററി ഫെസിലിറ്റീസ് ബഹ്റിനിലെയും കുവൈറ്റിലെയൊക്കെ മിലിറ്ററി ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ വളരെ മോശം കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. സോ അതേപോലെ തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ US 20% ഫീസ് ഷിപ്പിംഗ് കാർഗോയിൽ ഏർപ്പെടുത്താനായിട്ട് ഉള്ള ഒരു പ്ലാനും പോകുന്നുണ്ട്. ഇതെന്തിനാണോ എന്തോ എനിക്കറിയില്ല. ഓക്കെ, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു വളരെ മണ്ടത്തരമാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ചോദിച്ചിട്ടുള്ളത്. 20% ഫീസ് അവർ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് കാക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് കൊടുക്കണം, US-ന് കൊടുക്കണം എന്നുള്ളതാണ് US-ൻ്റെ പുതിയ ഒരു എന്താ പറയുക ഒരു വേണ്ടുന്നത് എന്നുള്ളൊരു കാര്യം പറയുക. സോ ഇതുമൂലം മാർക്കറ്റിൽ വലിയ വോളറ്റാലിറ്റി ഉണ്ടായി. ഗോൾഡിൻ്റെ പ്രൈസൊക്കെ താഴെ വീണു, ഓയിലിൻ്റെ പ്രൈസ് കൂടി. ഓയിലിൻ്റെ പ്രൈസ് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല രീതിയിൽ താഴെയായിരുന്നു, 66 വരെയൊക്കെ എത്തിയതാണ് പെർ ബാരലിന്. ഇപ്പോൾ വീണ്ടും 79 പോയി. ഓക്കെ,
സോ എനിവേസ് നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. USD/JPY എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത് 162.60. അവിടെ നിന്ന് ധൈര്യമായിട്ട് സെല്ല് ചെയ്തോ. സ്റ്റോപ്പ് ലോസ് വെക്കണം 163.20 മുകളിലായിട്ട്. ഓൾമോസ്റ്റ് 60-70 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, സോ 70 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് വളരെ വളരെ അധികമാണ്. ഓക്കെ, മിനിമം നിങ്ങൾക്ക് 60-60.5 ലെവലിലോട്ടൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി. അതിൻ്റെ താഴോട്ട് പോകണമെങ്കിൽ 160 ബ്രേക്ക് ആവണം. 160 ബ്രേക്ക് ആയാൽ പിന്നെ ഒരു പോക്കായിരിക്കും ഷൂ എന്നും പറഞ്ഞൊരു 185-184 ഏരിയയിലോട്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ 162.60 അവിടെ നിന്നൊരു സെല്ല്. ഇതിപ്പോൾ USD/JPY നിങ്ങൾ ട്രേഡ് ചെയ്യാത്ത ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാം. ഓക്കെ, സോ ഒരു ചെറിയ ലോട്ട് എടുത്താൽ മതി. ഒരു നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ലോട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഓക്കെ, സോ ആ പ്രോഫിറ്റ് എടുത്ത് മാറുക 160 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം എന്താ പറയുക, ആ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നേരെ നമ്മൾ GBP/USD വരാം. 1.3360. എനിക്ക് ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.3350 അവിടെ നിന്ന് ബൈ ചെയ്യാം. 1.3320 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കാം. ഓക്കെ, പക്ഷേ ഇന്ന് ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ബെയ്ലിയുടെ സ്പീച്ച് വരെ ഒന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും. ബെറ്റർ പൊസിഷൻ കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ 1.3300 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യം കൂടിയാണ്. ഓക്കെ, സോ അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3260 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ EUR/USD നമ്മൾ ഇന്നലെയും പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ EUR/USD എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് ഇന്നത്തെ ദിവസം തൽക്കാലം ഇട്ടേക്കാം. ഒന്നാമത്തെ കാര്യം, യൂറോപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ നാറ്റോയുടെ മീറ്റിങ്ങിനകത്തും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലുള്ള, ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും അവരുടെ ആൾക്കാർ യൂസ് ചെയ്യേണ്ട പൈസ ഈ വാറിന്, അതായത് ഉക്രൈൻ വാറിന് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ. ഓക്കെ, സോ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് യൂറോ ഒക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് താഴെ വീണ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും യൂറോയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഇല്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ താഴെ വീണ് കിട്ടണം. 1.1300 റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് പോകുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ഇവിടുത്തെ സെല്ല് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി അവസാനിക്കുന്നത് 1.1400 മുകളിലും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.1400 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് 4080 എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബൈ സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് 4080 അവിടെ നിന്ന് പ്രോപ്പറായിട്ട് ഒരു അടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, അവിടെ നിന്ന് സെല്ല് കിട്ടി. 4050 അവിടെ TP എടുക്കാൻ പറഞ്ഞു. 300 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം പൊസിഷൻ നമ്മുടെ സിഗ്നൽ ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടി. സോ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഇന്നത്തെ US സെഷൻ വരെയുള്ള റേഞ്ച് 3080 to 4030 ആണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 4030 അവിടെ നിന്ന് നമുക്കൊരു സെല്ല് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 4045 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, 4005 അവിടെ TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ 3980 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ 80-85 റേഞ്ചിൽ ബൈ ചെയ്യാം. അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 3960 താഴെ $20 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ $20-25 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. പക്ഷേ അവിടുത്തെ TP നമുക്ക് 4030 റേഞ്ചിലോട്ട് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, 1:1.5 1:2 റേഷ്യോയിലോ നിങ്ങൾക്ക് TP വെച്ച് പോവാം. അതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എനിക്ക് 4000 അത് അല്ല, നേരെ മറിച്ച് മാർക്കറ്റ് താഴെ വീണ് പോവുകയാണ്. സോ ഫോർ എക്സാമ്പിൾ 3080 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ, ഓക്കെ, 3980 താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ദ മാർക്കറ്റ് വിൽ ബി ഗോയിങ് ടുവേർഡ്സ് 3920 ദെൻ 3880. ഓക്കെ, സോ അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളതും അവിടുന്ന് നല്ല രീതിയിലുള്ളൊരു ബൈ നടന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. ഓക്കെ,
സോ എന്തായാലും ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ എന്താ പറയുക, സിഗ്നൽ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ബ്രോക്കേഴ്സ് സജസ്റ്റ് ചെയ്ത് തരാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലേക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.